ഇങ്ങനെ തിന്മകൾ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം ആവരണം ചെയ്യപ്പെട്ടാലുള്ള പ്രശ്നം എന്താണ്? പ്രശ്നമുണ്ട്. നന്മയേത് തിന്മയേത് എന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്? തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് തെറ്റുകളെ കഴുകിക്കളയുന്നവന്. നേരെ മറിച്ച് തെറ്റുകൾ ചെയ്ത് ചെയ്ത് അവന്റെ ഹൃദയത്തെ തിന്മകൾ പൊതിഞ്ഞു വെച്ചാൽ, ആവരണം ചെയ്താൽ, കറുത്തുപോയാൽ, അയാൾക്ക് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ അയാൾക്ക് നന്മ ചെയ്യുമ്പോ സന്തോഷമോ തിന്മ ചെയ്യുമ്പോൾ ദുഃഖമോ അയാൾക്കുണ്ടാവൂല. കാരണം നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ. ചില ആളുകൾ ചോദിച്ചില്ലേ, സാധുമാരെ വാലിന്റെ ഫ്ലക്സ് വെക്കുന്നുണ്ടല്ലോ, കളിക്കാരുടേത് വെച്ചാൽ എന്തേന്ന് ചോദിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊരു നന്മയുണ്ട്. വാലിന്റെ സദസ്സിലേക്ക് വരൂ എന്നൊരു ക്ഷണമാണ്, നന്മയിലേക്കുള്ള ക്ഷണമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ. എന്നാൽ കളിയുടെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് ഏത് നന്മയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? നന്മയും ചിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം മാറിപ്പോവാതിരിക്കാൻ, നമ്മുടെ ഹൃദയം ചാഞ്ഞു പോവാതിരിക്കാൻ, വഴുതിപ്പോവാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷ. രണ്ടാമതായി ഭൂമിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത്. സൂറത്തു ശൂറ, വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് അപകടങ്ങൾ വന്നാലും. ഇന്നലെ താമരശ്ശേരി ഭാഗത്താണ് വഅദിന് പോയത്. വഅദ് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവുകയുണ്ടായി. അവിടെ പ്രസവിച്ച് 1.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ ശരീരം പൊള്ളലേറ്റതുപോലെ, ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊള്ളിയതുപോലെ, തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് വരാൻ. പ്രസവിക്കുമ്പോൾ കാലിന്റെ ചൂണ്ടം വിരലുണ്ടായിരുന്നു, പൊള്ളലേറ്റ് ആ ചൂണ്ടം വിരൽ മുറിഞ്ഞുപോയി. ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് കിടക്കാൻ. ഡോക്ടർമാര് പറഞ്ഞു, ഇതിന് മരുന്നില്ല, രോഗത്തിന്റെ പേരെന്തെന്നറിയില്ല. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ആരെയൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം അല്ലാഹു പൊതുവായി ജനങ്ങളിലേക്ക് ശിക്ഷ നൽകുന്ന. എല്ലാ ശിക്ഷകളും അങ്ങനെയാണ് എന്നല്ല, എന്നാൽ ചില ശിക്ഷകളെ അല്ലാഹു പൊതുജനങ്ങൾക്ക് അതൊരു ശിക്ഷയായി നൽകും. ചില തെറ്റുകളെ, ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ശേഷം പറയാനുണ്ട്. വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോ, അപകടങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അതിന്റെ കാരണങ്ങൾ തേടി ഗവൺമെന്റിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, പള്ളി കമ്മിറ്റിയെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത ആഭാസങ്ങൾ കാരണത്താലാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മുസീബത്തുകൾ നൽകുന്നത്, അപകടങ്ങൾ നൽകുന്നത്. സൂറത്തു ശൂറയിലെ 30-ാമത്തെ ആയത്താണിത്. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകുന്നില്ല. വയഅഫു അൻ കസീരിൻ, ഒട്ടുമിക്ക പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. നിങ്ങൾ തൗബ ചെയ്യാതെ തന്നെ ഞാൻ പുറത്തു തരുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് ഉടനെ തന്നെ അല്ലാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കൂല. ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. അല്ലേ?
അർ-റമളാനു ഇല റമളാനി കഫാറ. ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ ജുമുഅതു ഇലൽ ജുമുഅതി കഫാറ. ഒരു ജുമുഅ കഴിഞ്ഞ് അടുത്ത ജുമുഅയെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അസ്സലാത്തുൽ മക്തൂബ ഇലസ്സലാത്തിൽ മക്തൂബ. 5 നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ ആ നിസ്കാരത്തിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഉംറതു ഇലൽ ഉംറ. ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറ വരെയുള്ള കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അങ്ങനെ എത്ര വഅഫു അൻ കസീർ, എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. സ്വലാത്തുകൾ കാരണം അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചൊല്ലുന്നത് കാരണത്താൽ അല്ലാഹു തആല തിരമാലകൾ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ പാപങ്ങൾ ഒരുപാട് അല്ലാഹു പുറത്തു തരുന്നുണ്ട്. വുളൂ ചെയ്ത് വുളൂവിന്റെ വെള്ളം താഴേക്ക് ഇറ്റു വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്കെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. നമ്മുടെ സ്വതക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ, ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ വരെ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലേ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ മാ അസ്വാബൽ മുഅ്മിന മിൻ നസ്ബിൻ, ക്ഷീണം, മിൻ ഗമ്മിൻ വഹമ്മിൻ, വിഷമം, ടെൻഷൻ, ദുഃഖം, പ്രയാസം, രോഗം, ഒരു വേദന. സത്യവിശ്വാസിക്ക് പ്രയാസമുണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു തആല അവൻ അറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് വയഅഫു അൻ കസീരിൻ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്.